ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2 മാസം മാത്രം അകലെ എത്തി നിൽക്കെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും പ്രതികരണങ്ങളും സജീവമായി. കണ്ണൂർ, പത്തനംതിട്ട, വടകര, മാവേലിക്കര മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ മാറാനുള്ള സാധ്യത UDF വൃത്തങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ LDFിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളോ മുന്നണിയിൽ ഉഭയകക്ഷി ചർച്ചയോ തുടങ്ങിയിട്ടില്ല. BJP തൃശൂർ, ആറ്റിങ്ങൽ തുടങ്ങിയ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇനി നടക്കാനുള്ള പ്രധാന സംഭവം ഫെബ്രുവരിയിൽ തുടങ്ങാനിരിക്കുന്ന പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും നയിക്കുന്ന ജാഥയാണ്. ഫെബ്രുവരി അവസാനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കുമെന്നാണ് ലഭ്യമാകുന്ന വാർത്തകൾ. ലോക്സഭ മത്സര ചിത്രമായോ? PP ചിത്തരഞ്ജൻ CPIM, TP ജയചന്ദ്രൻ BJP, സണ്ണിക്കുട്ടി എബ്രഹാം രാഷ്ട്രീയ നിരീക്ഷകൻ, A സജീവൻ മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം PP ചിത്തരഞ്ജൻ, ഫെബ്രുവരി അവസാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 22 ജനുവരി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അധികം വൈകാതെ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളൊരു മോദി സ്റ്റൈലാണ്. ഗുജറാത്ത് കലാപം കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ ആളാണ് 2002 നരേന്ദ്രമോദി. സ്വാഭാവികമായും ഫെബ്രുവരി അവസാനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ, അതായത് ഉഭയകക്ഷി ചർച്ച, സ്ഥാനാർത്ഥി നിർണയം എന്നിവയ്ക്കൊക്കെ സമയമായിരിക്കുന്നു 3 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം. CPMന്റെ ഒരുക്കങ്ങൾ എത്ര വരെയായി PP ചിത്തരഞ്ജൻ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ഏത് സാഹചര്യത്തിലും നേരിടുവാൻ സുശക്തമാണ് CPMന്റെ സംഘടന. CPM നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മറ്റൊരു കാലത്തുമില്ലാത്ത നിലയിലുള്ള വിപുലമായ ഐക്യത്തോടുകൂടി, മാനസികമായ ഐക്യത്തോടുകൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ട് നടന്ന നവകേരള സദസ്സിലെ വലിയ ജനപങ്കാളിത്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയസാധ്യതകൾക്ക് കൂടുതൽ തിളക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 സീറ്റിൽ ഭൂരിപക്ഷം സീറ്റുകളും നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ തന്നെയാണ് CPIM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് തന്നെ ആരംഭിച്ചതാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും, ബൂത്ത് നിലവാരത്തിലുള്ള സംഘടന ശക്തിപ്പെടുത്തുന്നതിനായാലും, അതിനുവേണ്ടിയുള്ള കേഡർമാരെ റിക്രൂട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ വളരെ അടുക്കും ചിട്ടയോടും കൂടെ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഒന്ന്, രാജ്യത്ത് ജനാധിപത്യവും മതനിരപേക്ഷതയും. അത്തരം മുദ്രാവാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. PP ചിത്തരഞ്ജൻ, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, 255 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുക എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. താങ്കൾക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം മുകുൽ വാസ്നിക് അധ്യക്ഷനായിട്ടുള്ള സമിതി മല്ലികാർജുൻ ഖാർഗെക്ക് റിപ്പോർട്ട് നൽകുകയുണ്ടായി. ഇന്ന് പുറത്തു വരുന്നതാണ് 255 എന്ന ഡിജിറ്റ്. നോക്കൂ, കേവല ഭൂരിപക്ഷം ത്തിൻ്റെ അത്രയും സീറ്റുകളിൽ പോലും കോൺഗ്രസ് മത്സരിക്കുന്നില്ല എന്ന് വേണം അതിൽ നിന്ന് അനുമാനിക്കാൻ. ഇതിൽ ചില്ലറ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായേക്കാം. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് 2019 നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് കുറെ കൂടി മറ്റ് കക്ഷികൾക്ക് സ്പേസ് കൊടുക്കാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതാണല്ലോ ഇന്ത്യ മുന്നണിയുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ. അങ്ങനെ ഇരിക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് പൂർണ്ണമായും ഒരുങ്ങി എങ്കിൽ ഇവിടെ പത്തനംതിട്ട, മാവേലിക്കര, വടകര, കണ്ണൂർ ലോക്സഭാ മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥി മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അപ്പോഴാണ് ഫെബ്രുവരി മാസത്തിൽ മാത്രം KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒന്നിച്ച് നയിക്കുന്ന ജാഥ തുടങ്ങാനിരിക്കുന്നത്. അല്പം വൈകുകയാണോ സണ്ണിക്കുട്ടി എബ്രഹാം, UDF അല്ലെങ്കിൽ കോൺഗ്രസ്? താങ്കൾ പറഞ്ഞതുപോലെ ഈ ജാനുവരി 22 എന്ന് പറയുന്നത് ഒരു നിർണായക ദിവസമാണ്. കാരണം അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം അന്ന് നടക്കുന്നു. അതിനെ ഒരു വലിയ ദേശീയ ഇവൻ്റാക്കി മാറ്റിക്കൊണ്ട്, അതാണല്ലോ BJP എപ്പോഴും ചെയ്യുന്നത്, അതാണ് മോദിയുടെ ഒരു സ്റ്റൈൽ അതാണ്. അപ്പോൾ അതിനെ ഒരു വലിയ ഇവൻ്റാക്കി മാറ്റിക്കൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 ഓഗസ്റ്റ് 15-നേക്കാൾ വലിയൊരു സംഭവമാക്കി മാറ്റിക്കൊണ്ട് അതിനെ അങ്ങനെ മാറ്റിയെടുത്ത് BJPക്ക് അനുകൂലമായ, NDAക്ക് അനുകൂലമായ ഒരു ജനവിധി നേടിയെടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസം പറയാനില്ല. താങ്കൾ പറഞ്ഞതുപോലെ ഫെബ്രുവരി അവസാനം തീയതി തീരുമാനിക്കുമോ? സ്വാഭാവികമായിട്ടും അതിനൊരു സാധ്യതയുണ്ട്. കാരണം അതാണ് 22
ജാനുവരി 22 തീയതി തീരുമാനിച്ചതും അത് അന്ന് പ്രതിഷ്ഠ നടക്കുന്നതും ഒക്കെ അത് മുമ്പിൽ കണ്ടുകൊണ്ടാണ്. അതുണ്ടാക്കുന്ന ഒരു ഓളമുണ്ടല്ലോ, വലിയ ദേശീയ തലത്തിൽ ഉണ്ടാക്കുന്ന ഒരു അനുകൂലമായ സാഹചര്യമെന്ന് അവർ കാണുന്ന ഒരു പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകാനായിരിക്കും അവർ ആഗ്രഹിക്കുക. അല്ലാതെ പ്രത്യേകിച്ച് മറ്റനുകൂല ഘടകങ്ങളൊന്നും ഇപ്പോൾ BJPക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ആ കൂടെ അവിടെ ഇപ്പം തൽക്കാലമുള്ളത് രാമക്ഷേത്രം മാത്രമാണ്. അതിനെ പരമാവധി ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ആ ചൂടും അതിൻ്റെ ആ ഉത്സാഹത്തള്ളിച്ചൊക്കെ മാഞ്ഞു പോകുന്നതിന്, അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടൊരു ഡേറ്റ് തീരുമാനിച്ച് അവർക്ക് രംഗത്തേക്ക് ഇറക്കേണ്ടി വരും. അതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതിനാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. ആ തീയതി മിക്കവാറും ഉണ്ടാവും. പിന്നെ ഇപ്പോൾ നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷനിലൊക്കെ ആരാണ് വരേണ്ടത് അതൊക്കെ തീരുമാനിക്കാൻ അവർ തന്നെ ഗവൺമെൻറ് തീരുമാനിച്ചാൽ നടക്കും. ചീഫ് ജസ്റ്റിസിന് അതിനധികം അധികാരമുണ്ടായിരുന്ന ഒരു അംഗത്വം ഉണ്ടായിരുന്നു ആ സമിതിയിൽ. അതൊക്കെ എടുത്ത് കളഞ്ഞു. ഇനി ഒക്കെ BJP തീരുമാനിക്കുന്ന പോലെ, ഗവൺമെൻറ് തീരുമാനിക്കുന്ന പോലെ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. താങ്കൾ എന്നോട് ചോദിച്ചത് കോൺഗ്രസിൻ്റെ 255 സീറ്റ്, അതൊന്നും ഒരു ഫൈനൽ കണക്കാണെന്ന് ഞാൻ കരുതുന്നില്ല. മുഗൾ വാസനിക്ക് കൊടുത്ത റിപ്പോർട്ടായിട്ട് ഞാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അതിനപ്പുറത്ത് എന്തെങ്കിലും പ്രാധാന്യമുണ്ട്. പക്ഷേ ഒരു കേവല ഭൂരിപക്ഷത്തിന് വേണ്ട ആ സീറ്റുകളിലൊക്കെ മത്സരിക്കാതെ ഇപ്പോൾ അസാധ്യമാണ്. താങ്കൾ പറഞ്ഞതിനകത്തൊരു വസ്തുതയുണ്ട്. കാരണം അതായത് മറ്റ് പാർട്ടികൾ കൂടെ, പഴയ ആ പോലൊരു മുന്നണി ഉണ്ടാക്കുന്നതല്ല, മറ്റ് പാർട്ടികൾ കൂടെ ഒരു സ്പേസ് കൊടുത്തുകൊണ്ട് അവരെ കൂടെ സഹകരിപ്പിച്ച്, ഇപ്പോൾ നമുക്കറിയാം നിതീഷ് കുമാറിന് ബീഹാറിൽ, അല്ലെങ്കിൽ UPയിൽ സമാജ്വാദി പാർട്ടി, പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി, ഇവരെയൊക്കെ മാറ്റി നിർത്തിയൊന്നും ഇന്ത്യ മുന്നണിയുമായിട്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസ്സിനാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കൂടുതൽ സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനമായിരിക്കും അവർ ഒരുക്കുക. താങ്കളുടെ പ്രധാന ചോദ്യം കേരളവുമായി ബന്ധപ്പെട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഫെബ്രുവരി അവസാനം ഒരു തീയതി തീരുമാനിക്കുകയാണെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ചേർന്നു നടത്താനിരിക്കുന്ന ആ കേരള ജാഥ, അല്ലെങ്കിൽ എന്താണ് അതിനെന്തോ ഒരു പേരുണ്ടല്ലോ, ആ ജാഥയ്ക്കൊക്കെ എത്ര പ്രസക്തി ഉണ്ടാവും, അതൊക്കെ നടത്താൻ സാധിക്കുമോ എന്നുള്ളത്. കാരണം അതിനു മുമ്പായിട്ടൊക്കെ നമ്മൾ മറ്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളിലേക്ക് കടക്കേണ്ടി വരും. താങ്കൾ പറഞ്ഞ ചില മണ്ഡലങ്ങൾ, മാവേലിക്കരയിൽ ഇന്ന് ഞാൻ കേട്ടത് പിന്നെ അവിടുത്തെ ഇപ്പോഴത്തെ MP ആയ കൊടിക്കുന്നിൽ സുരേഷിന് കേരളത്തിലൊന്ന് മത്സരിക്കണമെന്ന് ഇപ്പോൾ പെട്ടെന്നൊരാഗ്രഹം വന്നിരിക്കുന്നു. നമുക്കറിയാം കനകൊലു എന്ന് പറയുന്ന ഒരു തിരഞ്ഞെടുപ്പ്, അതെ, കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. അപ്പോൾ ഈ കനകോലു എന്ന് പറയുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ ഒക്കെ അവരുടെയൊക്കെ ലിസ്റ്റിൽ മാവേലിക്കരയൊക്കെ അത്ര വിജയസാധ്യതയുള്ള ഒരു സീറ്റല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിൽ മത്സരിക്കണം. കേരളത്തിൽ മത്സരിക്കുകയും UDF അധികാരത്തിൽ വരികയൊക്കെ ചെയ്താൽ അദ്ദേഹത്തിന് ഒരു മന്ത്രിയാകാം. അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് ആകണമെന്നുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളം കേന്ദ്രീകരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ പറ്റുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒന്ന് എടുത്തു മാറ്റണമേ എന്നുള്ളൊരു അപേക്ഷയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. പത്തനംതിട്ട ആൻഡോയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല. ആൻഡോ 3 തവണ ജയിച്ചു. ആൻഡോയെ മാറ്റി ആരെയും കൊണ്ടുവരുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ? അതിനെ പറ്റി ഒരാളുണ്ടോ പത്തനംതിട്ടയിൽ? നമ്മളതൊക്കെ പത്തനംതിട്ടയില് തോമസ് ഐസക് ആയിരിക്കും എതിരാളി എന്ന് കേൾക്കുന്നുണ്ട്. തോമസ് ഐസക്കിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. എൻ്റെ മണ്ഡലമാണല്ലോ. അപ്പം ഞാൻ കൂടുതൽ താല്പര്യമെടുത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ രാജീവ് അബ്രഹാം വളരെ സജീവമായിട്ട് ഇപ്പോൾ അവിടെ ഉണ്ട്. രാജീവ് അബ്രഹാമിനും ചില നിർദ്ദേശങ്ങൾ പാർട്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നും ഔദ്യോഗികമായ വിവരമൊന്നുമല്ല. കാരണം അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്നവരെ. രാജീവ് അബ്രഹാം അവിടെ ഉണ്ട്. പത്തനംതിട്ട പിന്നെ ആൻറ്റോ ആൻ്റണി മാറിയാൽ ആരാണ്? വടകര മുരളി പറഞ്ഞു കഴിഞ്ഞു. താൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് വടകര തന്നെയായിരിക്കും. അവിടെ നിന്ന് മാറിപ്പോകുന്ന പ്രശ്നമില്ല. അദ്ദേഹം കേരളത്തിലോ മുരളി അവിടെ വേറൊരു കാര്യം ഭയക്കുന്നുണ്ട്. BJP ഇത്തവണ TP ചന്ദ്രശേഖരന്റെ വധത്തിന് ശേഷം BJP അങ്ങനെ ഒരു സീരിയസ് കാൻഡിഡേറ്റിനെ അവിടെ നിർത്തിയിരുന്നില്ല. പക്ഷേ ഇത്തവണ നേമത്ത് മുരളി പോയി തോൽപ്പിച്ചു എന്ന ഒറ്റ കാരണത്താൽ BJP അവിടെ ഒരു സീരിയസ് കാൻഡിഡേറ്റിനെ വെക്കുമെന്നും അങ്ങനെ മുരളിക്ക് ആ ഒരു ഭയമുണ്ട്. അതായത് വോട്ട് സ്പ്ലിറ്റ് ആവുകയാണ് എങ്കിൽ തോൽവിക്കുള്ള സാധ്യത ഭയക്കുന്നു. അതുകൊണ്ട് മുരളിയെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ നിന്ന് മാറണമെന്നുള്ള ഒരു ആഗ്രഹം മുരളി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്റേണലി എന്നാണ് കേൾക്കുന്നത്. ശരിയാണോ എന്നറിയില്ല. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ശരി, ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാമിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുകയാണ്. ദേശീയ തലത്തിൽ
രാമക്ഷേത്ര നിർമ്മാണവും അനുബന്ധമായി ഉണ്ടാകുന്ന ഒരു ഹിസ്റ്റീരിക്കലായിട്ടുള്ള അന്തരീക്ഷമൊക്കെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിൽ ആദ്യം 10, പിന്നെ 5, ഇപ്പോൾ തൃശ്ശൂർ, തിരുവനന്തപുരം 2 ലോക്സഭാ മണ്ഡലങ്ങളെ ക്ലാസ് മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് അമിത്ഷാ ശ്രദ്ധിക്കുന്ന 2 മണ്ഡലങ്ങൾ എന്നുള്ള നിലയിലാണ് അവലോകനങ്ങൾ വരുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളവും ഒരുക്കങ്ങൾ വേണമല്ലോ TP ചന്ദ്രൻ. നികേഷേ, ഭാരതീയ ജനതാ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുന്ന പ്രസ്ഥാനമാണ്. അത് ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ കാലമായി ഭാരതീയ ജനതാ പാർട്ടി ആ ചിട്ടയോടെ നടത്തിയ പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. പിന്നെ ചിലർ പറയുന്ന മാതിരി അയോധ്യയാണ് മറ്റതാണ് എന്നൊക്കെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കുന്നത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നോക്കൂ, 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഭാരതീയ ജനതാ പാർട്ടി അയോധ്യയാണോ സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞ മാതിരി BJP ജയിപ്പിച്ചത്? അദ്ദേഹം പറയുന്നു BJPക്ക് ഒന്നും പറയാനില്ല എന്ന് പറയുന്നു. ഞാൻ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഇന്നാണ് സണ്ണിക്കുട്ടി എബ്രഹാം ചൈനീസ് പത്രം ഗ്ലോബൽ ടൈംസിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയായ താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. മോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരതത്തിൻ്റെ അഭിവൃദ്ധിയാണ് ചർച്ചാ വിഷയം. ഗ്ലോബൽ ടൈംസിൽ ലേഖനം എഴുതിയത് ഷാങ്ഹായിലെ ഫുഡാൻ സർവകലാശാലയിലെ ദക്ഷിണേഷ്യൻ പഠന കേന്ദ്രത്തിൻ്റെ തലവനായ ഷാങ് ജിയ ഡോങ് ആണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ദ്രുതഗതിയിലുള്ള സാമ്പത്തിക സാമൂഹ്യ പരിഷ്കരണം, അതിൻ്റെ പുതിയ ഇന്ത്യൻ ആഖ്യാനമാണ് ലോകം ഇപ്പോൾ കാണുന്നത്. ജനാധിപത്യ രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ ഉത്ഭവമാണ്, ഇന്ത്യൻ ഒറിജിനാണ് ലോകം വീക്ഷിക്കുന്നത്. കോളനി വാഴ്ചയുടെ നിഴലിൽ നിന്ന് രക്ഷപ്പെട്ട് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നേടിയ ആഗോള സ്വാധീനവും കൂടുതൽ ദൃഢവും ശക്തവുമായ ഭരണ നേതൃത്വവും ഭാരതത്തിലെ പരിഷ്കരണ രംഗത്തിൻ്റെ വലിയ നേട്ടങ്ങളായി. നികേഷേ, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ആ രാജ്യത്ത് നിന്നും ദക്ഷിണേന്ത്യൻ പഠന കേന്ദ്രത്തിൻ്റെതായി ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഈ രാജ്യത്തിൽ എന്താണ് നടക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ തെളിവല്ലേ? അതുകൊണ്ട് തന്നെ ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 2019 പോലെയോ 2014 പോലെയോ ആശങ്കകളില്ല. രാജ്യത്ത് നടന്നിരിക്കുന്ന സെമി ഫൈനലുകളും ക്വാർട്ടർ ഫൈനലുകളും മാത്രമല്ല, അപ്രതീക്ഷിതമായ ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകർക്കോ രാഷ്ട്രീയ നിരീക്ഷകന്മാർക്കോ പോലും പിടികൊടുക്കാത്ത രൂപത്തിൽ ഭാരതത്തിൻ്റെ മനസ്സ് രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന മാറ്റങ്ങളാണ് അതിന് കാരണമായിട്ടുള്ളത്. വികസനമാണ്. ഇപ്പൊ മോഡി വന്നു, ഇന്നിപ്പോ മല്ലികാർജുൻ ഖാർഗെ മുകുൾ വാസ്നിക്കുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് 2004 ആവർത്തിക്കണമെന്നാണ്. ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് LK അദ്വാനിയുടെ നേതൃത്വത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പോയിട്ടില്ലേ? അന്നും ഉണ്ടായിരുന്നു ഇതുപോലെ ഒരുപാട് ലേഖനങ്ങൾ. നികേഷേ, 2014 കഴിഞ്ഞ് 2019 എത്തുമ്പോഴും നിങ്ങൾക്കറിയാം, ഇന്ത്യൻ മാധ്യമങ്ങൾ പോലും ഒരു നരേഷൻ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. താങ്കൾ ഒരുപക്ഷെ നിഷേധിക്കുമായിരിക്കും. കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ചില ആളുകളെ UP-യിൽ വിളിച്ചു വരുത്തി ഒരു നരേഷൻ നമ്മൾ സെറ്റ് ചെയ്തു. ആ നരേഷനിൽ ഏതാണ്ട് കേരളത്തിലുള്ള പലരും വിശ്വസിച്ചു അത് യാഥാർത്ഥ്യമാകുന്നു. എനിക്ക് തോന്നുന്നു ഈവൻ രാഹുൽ ഗാന്ധി പോലും നിങ്ങൾ അന്ന് നൽകിയ നരേഷനിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയവരാണ്. പക്ഷേ ഉണ്ടായ യാഥാർത്ഥ്യം എന്താണ്? അതിനുശേഷവും നമ്മൾ ഒരുപാട് ആഖ്യാനങ്ങൾ മുന്നോട്ട് വെച്ചു. നികേഷ്, താങ്കൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇപ്പോൾ കഴിഞ്ഞ സെമി ഫൈനലും ഫൈനലും ഒക്കെ നമ്മൾ വീക്ഷിച്ചപ്പോൾ എന്തായിരുന്നു മാധ്യമങ്ങളുടെയും ഇത്തരം ആഖ്യാതാക്കളുടെയും കാര്യങ്ങൾ? ജോഡോ യാത്രയുടെ ഫലങ്ങൾ, ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തിൻ്റെ കഥകൾ, രാജ്യത്തിതാ എന്തൊക്കെയോ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള മട്ടിലുള്ള നമ്മളൊക്കെ ആഖ്യാനങ്ങളൊക്കെ നൽകി. ആ ആളുകൾ പോലും ഇന്നത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ കൈരളി പോലും പോകുന്ന വലിയ വിജയത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിലെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ നമുക്ക് സ്ഥാനാർത്ഥികളെ അറിയാം. ഒന്ന് തൃശ്ശൂരിൽ സുരേഷ് ഗോപി, 2 ആറ്റിങ്ങലിൽ V മുരളീധരൻ. അതിനപ്പുറത്തേക്ക് എത്തിയോ BJP? അല്ല, ഈ രണ്ടും എനിക്കറിയില്ല നികേഷേ. അത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഊഹാപോഹങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാം. അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റ് സംവിധാനമുണ്ട്. ആ ഇലക്ഷൻ മാനേജ്മെൻറ്റ് സംവിധാനത്തിൽ നിന്നും അതിൻ്റെ പ്രഖ്യാപനങ്ങൾ വരും. അതിനുശേഷം മാത്രമേ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പരസ്യമായിട്ട് എന്തെങ്കിലും പറയാനുള്ള അവകാശവും അധികാരവും സ്വാതന്ത്ര്യവും അറിവും എനിക്കുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. എവിടെ നടന്നാലും നികേഷ് ഒരു കാര്യം ഞങ്ങൾ ഉറക്കെ പറയും, 2014 2019 ആയിരിക്കില്ല 2024. കാരണം നേരത്തെ നമുക്ക് സ്വാധീനം ഉണ്ടാക്കാൻ കഴിയാത്ത, ഞാൻ പറയാം, 252 സീറ്റുകൾ നേടുമ്പോൾ BJPയുടെ ടാർഗറ്റിൽ ഇല്ലാത്ത മേഖലകളിൽ ശ്രദ്ധിച്ച് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് 300+ എന്ന മുദ്രാവാക്യം 2019 നമ്മൾ പ്രാവർത്തികമാക്കിയത്.
അത് 303യിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഈ തവണ അടുത്ത തവണയും കൂടുതൽ ഉറച്ച നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇതുവരെ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയാത്ത സംസ്ഥാനങ്ങളിൽ, മേഖലകളിൽ അവിടെ വളരെ കൃത്യമായിട്ട് ചില താല്പര്യങ്ങളും പ്ലാനുകളോടും കൂടി തന്നെ BJP ആരംഭിക്കുന്നു. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. 400+ ആണ് BJPയുടെ ടാർഗറ്റ്. വടക്കേ ഇന്ത്യയിൽ മാത്രമാണ്. ഞാൻ ആ കാര്യം പറഞ്ഞാൽ താങ്കൾക്കത് ഉത്തരം പറയേണ്ടി വരുന്ന ഒരു വിഷയമാണ്. ഞാൻ അടുത്ത ഘട്ടത്തിൽ താങ്കളിലേക്ക് എത്താം. അതിൽ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, താങ്കൾ നേരത്തെ പറഞ്ഞ് പൂർത്തിയാക്കാത്തത് ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഒരു അൺസേഫ് ഫീലിംഗ് കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, നേമത്ത് പോയി മുരളീധരൻ മത്സരിച്ചത് കൊണ്ടാണ് അവിടെ BJP തോറ്റത്, അവരുടെ അക്കൗണ്ട് പൂട്ടിയത്. അത് മുരളീധരന് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു തോന്നൽ BJPയിലുണ്ട്. ആ വിവരം കെ മുരളീധരൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് വടകരയിൽ നിന്ന് മാറണം എന്നുള്ള ഒരു ആഗ്രഹം ശ്രീ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം? അല്ലാതെ നികേഷ് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതുവരെ മനസ്സിലാക്കിയത് അദ്ദേഹം പരസ്യമായി പറയുന്ന അഭിപ്രായം അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം മത്സരിക്കുന്നെങ്കിൽ വടകര മത്സരിക്കുക എന്നുള്ളതാണ്. പിന്നെ മുരളി പോയി മത്സരിച്ചത് കൊണ്ടാണോ നിയമം നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നേമത്ത് വീണ്ടും BJP ജയിക്കുമായിരുന്നു? അവിടെ പിന്നെ ഒരു തവണ ശ്രീ രാജഗോപാൽ ജയിച്ച സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. അവിടെ ശരിക്കും UDFനൊരു സ്ഥാനാർത്ഥി പോലും, നല്ലൊരു സ്ഥാനാർത്ഥി പോലും ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് ആ വിജയമൊക്കെ ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് കെ മുരളീധരനെ നേമത്ത് BJPക്കുള്ള ഒരു അക്കൗണ്ട് നഷ്ടപ്പെടുത്തിയത് കൊണ്ട് തെരഞ്ഞു പിടിച്ച് വടകരയിൽ പോയി തോൽപ്പിക്കുക, അതൊക്കെ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഏതെങ്കിലും ഒരു ഗൗരവമുള്ള പാർട്ടി എടുക്കുന്ന ഒരു നിലപാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവാം, ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയെങ്കിൽ അദ്ദേഹം, ഞാനൊരു കാര്യം പറയാം, ശ്രീ മുരളി വടകരയിൽ നിന്ന് മാറി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നുവെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ ചോദിക്കുന്ന സീറ്റ് നൽകാൻ പാർട്ടി തയ്യാറായേക്കാം. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഇപ്പം CPMൻ്റെ പ്രതിനിധി പറയുന്ന അവരെല്ലാം റെഡിയാണ്. ഇപ്പം ഈ നവകേരള സദസ്സും കൂടെ നടന്നു. അവിടെ 21 സീറ്റ്, 21 ജയിക്കും എന്ന് അവർ അവകാശപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. BJPയുടെ പ്രതി 400+ ആണ്. വാസ്തവം പറഞ്ഞാൽ ഇപ്പോൾ ഇനി മറ്റ് പാർട്ടികൾക്ക് 2, 3, 4 കൂടെ സീറ്റുകൾ പോലും ലഭിക്കുന്ന ഒരു അവസ്ഥയല്ല അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ 2024 പ്രതീക്ഷിച്ചൊക്കെ ഇരിക്കുകയാണ്. വടകരയുടെ കാര്യം താങ്കൾ പറഞ്ഞു. കണ്ണൂരിലേക്ക് വന്നാൽ കെ സുധാകരനെ KPCC മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? സുധാകരനെ ഒഴിവാക്കുന്നതിനുള്ള ഏറ്റവും നല്ല പാക്കേജ് കണ്ണൂരിൽ സുധാകരനെ തന്നെ മത്സരിപ്പിക്കുന്നതാണ് എന്നൊരു വിഭാഗം കോൺഗ്രസ്സുകാർ പറയുന്നുണ്ടല്ലോ ശ്രീ സണ്ണിക്കുട്ടി. അപ്പോൾ ഇവിടെ പുതിയ AICC ജനറൽ സെക്രട്ടറി വന്നപ്പോൾ ചില നേതാക്കൾ പോയി സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെപ്പറ്റി പറഞ്ഞു എന്നൊക്കെയുള്ള ചില വർത്തമാനങ്ങളുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു സ്ഥിരീകരണം ഇതുവരെ ഞാനതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ എന്തെങ്കിലും ഒരു സ്ഥിരീകരണം ഉള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കണ്ണൂർ കൊടുത്തിട്ട് മാറ്റുക എന്ന് പറയുന്നതൊന്നും എത്രത്തോളം പ്രായോഗികമാണ് എന്ന് എനിക്കറിയില്ല. ശ്രീ കെ സുധാകരൻ്റെ താല്പര്യപ്രകാരം ചില ആളുകൾ ഇപ്പോൾ തന്നെ ഖദർ കുപ്പായമൊക്കെ ധരിച്ച് കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അത് പാർട്ടിയുടെ KPCC ഓഫീസിലുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ഏതാണ്ട് മത്സരരംഗത്തുനിന്ന് റിട്ടയർ ചെയ്യുന്ന, നികേഷേ എന്നെക്കൊണ്ട് പേരൊന്നും പറയിപ്പിക്കേണ്ട, ആളുകളുണ്ട്. അപ്പം ചില ആളുകളെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വെട്ടാൻ വേറെ ചില ആളുകളുണ്ട്. അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട്, പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ശ്രീ സുധാകരൻ തെരഞ്ഞെടുപ്പ് മത്സരരംഗത്ത് നിന്ന് റിട്ടയർ ചെയ്ത ഒരു പിന്നെ പ്രതീതിയാണ് നമുക്ക് പാർട്ടിയുടെ അടുത്ത്. സുധാകരൻ ഇപ്പോൾ ആലോചിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണൂർ നിയമസഭാ സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയാണല്ലോ. അവിടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടർച്ചയായ 2 വട്ടം ജയിച്ചുവെങ്കിൽ തന്നെയും അതൊരു കോൺഗ്രസിൻ്റെ പരമ്പരാഗത സീറ്റാണ് കണ്ണൂർ സിറ്റി സീറ്റ് എന്ന് പറയുന്നത്. സുധാകരനെ സംബന്ധിച്ചിടത്തോളം 2026 സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കാൻ നിൽക്കുകയാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്താൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
ഇതിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നു അത് എവിടെയും പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പല പല കാര്യങ്ങൾ നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് ഇനി ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുവെങ്കിൽ അത് ശരിയെന്ന് വിശ്വസിക്കാനാണ് ഞാനും തയ്യാറാകുന്നത്. ഞാൻ ഒരാളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചൊന്നും ഒരു നിലപാടിലേക്ക് എത്താനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതെല്ലാവരും ഇവിടെ പലരും ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നികേഷേ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വീണ്ടും മന്ത്രിയാകുന്നതിനൊക്കെ അതൊക്കെ ഇനി എത്ര വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണെന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാലം ഒത്തിരി മാറാൻ പോവുകയാണ്, കാലം മാറും. അപ്പം ഒരു കുഴപ്പമില്ല. KPCC പ്രസിഡന്റിന് മുഖ്യമന്ത്രിയാകാമല്ലോ. KPCC പ്രസിഡന്റ് ഒരു സ്വാഭാവിക ചോയ്സാണല്ലോ. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആളൊരു പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു സ്വാഭാവിക ചോയ്സാണ്. KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന ആളുകൾ ഒരു പ്രധാന ചോയ്സാണ്. അതിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസമോ സ്വാഭാവികത കുറവോ ഒന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രായോഗികത എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ അതിനകത്ത് മറ്റൊക്കെ പല ഘടകങ്ങളുണ്ടെങ്കിലും എത്രത്തോളം അത് പ്രായോഗികമാണ്, പ്രാക്ടിക്കൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതൊക്കെ ഇനിയും 2-2.5 വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ 2.25 വർഷങ്ങൾക്ക് ശേഷം കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെ ഉണ്ടാകും, ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ, എന്തൊക്കെ തരത്തിൽ ട്രെൻഡുകൾ മാറിമറിയാനുണ്ട് എന്നുള്ളതൊന്നും നമുക്ക് ഇപ്പോൾ പ്രവചിക്കുക പോലും അസാധ്യമാണ്. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ശ്രീ സജീവൻ മുമ്പ് സുപ്രഭാതത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി LDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ എങ്ങനെ മാറ്റം വരുത്താം എന്നുള്ളതാണ്. നമ്മൾ നിരവധി സംഭവങ്ങളിൽ കണ്ടു. ഏറ്റവും ഒടുവിൽ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ തന്നെ, രാമക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ കാര്യത്തിൽ തന്നെ പൊടുന്നനെ ഒരു തീരുമാനമെടുക്കുന്നു. അതൊരു ക്യാമ്പയിൻ വിഷയമായി ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സമസ്തയിലെ ഒരു വിഭാഗവുമായി നല്ല സഹകരണത്തിൽ CPM പോകുന്നുമുണ്ട്. ഇപ്പോൾ കാസർഗോഡ്, കണ്ണൂർ, വടകര, കോഴിക്കോട്, മലപ്പുറത്തെ 2 ലോക്സഭാ സീറ്റുകളിൽ, ഒരു പരിധിവരെ പാലക്കാട്, വയനാട്, ഇവിടെയൊക്കെ തന്നെയും ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാണ്. മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിലും ന്യൂനപക്ഷ വോട്ടുകൾ ഉണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ശ്രമം എത്ര കണ്ട് വിജയിച്ചിട്ടുണ്ട് ശ്രീ സജീവൻ? CPM-ന്റെ ശ്രമം ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് ലീഗിനോട് അടുത്തു നിൽക്കുന്ന സമസ്തയുടെ വോട്ടുകൾ നേടാനുള്ള ശ്രമം നമ്മൾ കണ്ടിട്ടുള്ളതാണ് 2021. അത് നല്ലൊരു ശതമാനവും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ പരസ്യമായി തന്നെ അവരുടെ പിന്തുണ, കുറച്ചാളുകളുടെ, മുഴുവൻ ആളുകളുടെ അല്ലെങ്കിൽ പോലും ഒരു വിഭാഗത്തിന്റെ, സമസ്തയിലൊരു വിഭാഗത്തിന്റെ പിന്തുണ നേടിയെടുക്കാൻ അന്ന് കൂടിയാണ് 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ ഒരു കാരണം. ഇപ്പോഴത്തെ അവസ്ഥയെ നമുക്കറിയാം. സമസ്തയിലെ പല ആളുകളും CPM-ന് അനുകൂലമായിട്ട് നിലപാടെടുത്തുകൊണ്ട് പലപ്പോഴും രംഗത്ത് വന്നില്ല. മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് തന്നെ അതിൽ പങ്കെടുക്കാൻ സമസ്തയുടെ ആളുകൾ ഉണ്ടായിരുന്നു. ലീഗിന്റെ ആളുകളുടെ അടുത്ത പ്രതിഷേധം ഉണ്ടായിട്ട് പോലും അവർ പങ്കെടുത്തുകൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, ലീഗും സമസ്തയും തമ്മിൽ, ലീഗിന്റെ എല്ലാ ആളുകളും, സമസ്തയുടെ എല്ലാ ആളുകളല്ല, ലീഗും സമസ്തയിൽ ഒരു വിഭാഗവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അത് CIC-യുടെ കാര്യത്തിലാണ്. അതിപ്പോ അവസാന കാലത്ത് സമസ്തയ്ക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കാൻ ലീഗ് തയ്യാറാവേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടുണ്ടാവുന്നത് പട്ടിക്കാട് ഇപ്പോൾ വലിയ വിവാദമായിട്ട് പ്രശ്നമായിട്ട് പട്ടിക്കാട് സമ്മേളനത്തിൽ, ജാമിയ സമ്മേളനത്തില്, അതിൽ CPM അനുകൂലമായിട്ട് ഇതുവരെ നിലനിന്നിട്ടുള്ള പല ആളുകളെയും അതിൽ ക്ഷണിക്കുക, ലീഗ് വിരോധികളാണ് എന്നതിന്റെ പേരിൽ ക്ഷണിക്കാത്തതിന്റെ പേരിൽ വലിയ പ്രത്യാരോപണങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോ ജിഫ്രി തങ്ങൾ പങ്കെടുത്ത മുക്കത്തൊരു പരിപാടി, അദ്ദേഹം പ്രസംഗിക്കേണ്ടിയിരുന്ന വേദി പോലും അതുപോലും അനുവദിച്ചു കൊടുത്തില്ല. പള്ളിയോട് ചേർന്ന വേദി അനുവദിച്ചു കൊടുത്തില്ല. അത് ലീഗിലെ തിരുവമ്പാടി മണ്ഡലം വൈസ് പ്രസിഡന്റ് സാരഥിയായിട്ടുള്ള മഹല്ല് കമ്മിറ്റിയാണ്. ഇത്തരം കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു വടംവലിക്കിടയിൽ കുറെ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള വിശ്വാസം മുഖ്യമന്ത്രിക്കുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല, ഈ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ യെച്ചൂരി പെട്ടെന്ന് തന്നെ ഒരു നിലപാട് പ്രഖ്യാപിച്ചു, ഞങ്ങൾ പങ്കെടുക്കില്ല. അതേ സമയത്ത് തന്നെ കോൺഗ്രസിന്റെ ഇപ്പോഴും ജനുവരി 22 ആവട്ടെ എന്ന രീതിയിൽ ഇപ്പോഴും നിൽക്കുകയാണ്. അതിൽ കുറെ പേര് പങ്കെടുക്കണം എന്ന് പറയുന്നുണ്ട്, കുറെ പേർ പങ്കെടുക്കേണ്ടെന്ന് പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ 2 മുഖ്യമന്ത്രിമാർ ഇതിൽ പങ്കെടുക്കണമെന്നുള്ള നിലപാടുകാരാണ്. മുൻ മുഖ്യമന്ത്രിമാർ 2 പേര് പങ്കെടുക്കണമെന്ന നിലപാടുകാരാണ്. ഒരാൾ പോകുമെന്ന് പറയുന്നുണ്ട്. സിദ്ധരാമയ്യ പറഞ്ഞുള്ളത് ഞങ്ങൾക്ക് എന്തായാലും ഇതിനോട് താല്പര്യമാണെന്നാണ്. അപ്പൊ ഇങ്ങനെ ഓരോ തരത്തിലും കോൺഗ്രസിൽ ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ
അവിടെയാണ് മുസ്ലിങ്ങൾക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയ പള്ളി നിർമ്മിക്കാൻ വേണ്ടി അനുവദിച്ച് കിട്ടിയ സ്ഥലത്ത് കെട്ടിട നിർമ്മാണത്തിന് അനുമതി പോലും കിട്ടിയില്ല. അത് എന്റെ അഭിപ്രായമായിട്ടില്ല ഞാൻ പറയുന്നത്. ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു നിലപാട് തന്നെ, സമസ്തയിൽ തന്നെ പല ആളുകളുടെ നിലപാട് അതാണ്. അവരൊരു പരസ്യമായിട്ട് രംഗത്ത് വരുന്നില്ല എങ്കിൽ പോലും ലീഗിന്റെ ഇപ്പോ ഞങ്ങൾ ആരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് പറയുന്ന ലീഗിന്റെ നിലപാടിനോട് അവർ യോജിക്കുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കുറെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ അതാണ് നോക്കേണ്ടത്. ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ കഴിഞ്ഞ തവണ 2019 2014 ഉള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായ രൂപത്തിലേക്ക് വരാൻ പോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 2016 2021 നമ്മൾ കണ്ടു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം ന്യൂനപക്ഷ വോട്ടുകൾ ചേർന്നു. പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 2014 2019 വലിയ തോതിൽ UDF അനുകൂലമായി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2019 പ്രത്യേകിച്ച് ആകെ കനൽത്തരി ഒന്ന് മാത്രമാണ് LDF ഉള്ളത്. അത് ആലപ്പുഴയിലെ ഒരു ചില്ലറ വോട്ടുകൾക്ക് മാത്രം എന്നുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ എന്തുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ആ നിലയിൽ ചിന്തിച്ചു? കോൺഗ്രസിനെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാക്കണം, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം. അതേ നില തന്നെയാണ് ഇപ്പോഴും സജീവൻ. അതിനിടയിൽ ചില ഇഷ്യൂസ് ഉണ്ടാകാം, ചിലപ്പോൾ തീരുമാനമെടുക്കുന്നതിൽ വൈകുന്നതുണ്ടാകാം, ചിലപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് തങ്ങൾക്ക് സ്വീകാര്യമല്ലായിരിക്കാം. പക്ഷേ ഇന്നലെ YS ശർമിള ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടി ഇപ്പോഴും കോൺഗ്രസ് ആണ്. അല്ല, കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷെ ഒരു പ്രശ്നമുള്ളത് 2019 അന്ന് എല്ലാ ആളുകൾക്കും പ്രതീക്ഷയായി. 2014 പരാജയം എന്ന് പറയുന്നത് ഈ രണ്ടാം UPA സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ, അഴിമതി ആരോപണങ്ങളൊക്കെ ആയിരുന്നല്ലോ. 2019 അതല്ല. 2019 പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളൊക്കെ വിചാരിച്ചുള്ള എന്തായാലും അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെന്തായാലും നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലൊരു സഖ്യം തന്നെയുണ്ട്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഞങ്ങളുടെ സംസ്ഥാനത്ത് നിന്നാണ് മത്സരിക്കുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 19 സീറ്റും അവർക്ക് അനുകൂലമായിട്ട് കിട്ടിയത്. 20 കിട്ടാവുന്നൊരവസ്ഥ പോലുമായിരുന്നു. പക്ഷെ അതല്ല, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെയല്ല. നരേന്ദ്രമോദി ഇവിടെ നിന്ന് 1-2 സീറ്റ് പിടിച്ചെടുക്കും എന്ന രീതിയിൽ കേരളത്തിൽ ലക്ഷ്യമിട്ടുകൊണ്ടാണ് വരുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിൽ തൊട്ട് ചേർന്നിട്ടുള്ള കന്യാകുമാരിയിൽ മത്സരിച്ചേക്കുന്നവരെ പറയുന്നു. വാർത്ത അങ്ങനെ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി ഇവിടെ ശക്തമായിട്ട് രീതിയിൽ ഇവിടെ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമാണല്ലോ അത് കഴിഞ്ഞ ദിവസം. അപ്പൊ ഇതുകൊണ്ട് ഒരു വലിയ ഭയമുണ്ട്. അങ്ങനെ വരുമ്പോ പഴയ പോലെ ഒറ്റയടിക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്തേക്കാന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ പറ്റിയെന്ന് ചില മണ്ഡലങ്ങളിൽ അല്ലാത്ത രൂപത്തിൽ പോയേക്കാം. പ്രത്യേകിച്ച് ഈ ലീഗ് വോട്ട് പക്ഷേ കോൺഗ്രസിന് പൂർണ്ണമായിട്ടും കിട്ടും. അതേപോലെ ഈ മറ്റ് സമുദായ വോട്ടുകൾ കിട്ടാനുള്ള സാധ്യത ഞാൻ അത്ര ശക്തമായിട്ട് കാണുന്നില്ല. ശരി, ഞാൻ പി ചിത്രഞ്ജനിലേക്ക് പോകുന്നതിനും ഒരിക്കൽ കൂടി സണ്ണിക്കുട്ടി അബ്രഹാമിലേക്ക് പോകാൻ. സണ്ണിക്കുട്ടി അബ്രഹാം, നേരത്തെ പറഞ്ഞ ഈ 255 എന്ന് പറയുന്ന ഡിജിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കേവലം ഭൂരിപക്ഷം കിട്ടേണ്ട 272 സീറ്റിൽ താഴെ സീറ്റുകളിൽ മാത്രമേ കോൺഗ്രസ് മത്സരിക്കുന്നുള്ളൂ എന്നുള്ളത്. നേരത്തെ 2019 421 സീറ്റുകളിൽ മത്സരിച്ചിരുന്നു. അതിൽ 52 സീറ്റുകളിലാണ് വിജയിച്ചിട്ടുള്ളത്. അന്നും ഈ പറയുന്ന പ്രധാനപ്പെട്ട പാർട്ടികളുമായി ഒക്കെ തന്നെ കോൺഗ്രസ് സഖ്യത്തിലായിരുന്നു. ബീഹാറിൽ 49 സീറ്റുകളിലാണ് മത്സരിച്ചത്. ജാർഖണ്ഡിൽ 14 7 സീറ്റുകളിൽ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. മഹാരാഷ്ട്രയിൽ 48 25 സീറ്റുകളിൽ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. തമിഴ്നാട്ടിൽ 39 9 സീറ്റുകളിൽ, കർണാടകത്തിൽ 28 21 സീറ്റുകളിൽ, UPയിലാണ് അന്ന് വാശി മൂത്ത് 70 സീറ്റുകളിൽ മത്സരിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അവിടെ വലിയ നിലയിൽ വോട്ട് ശതമാനം ഒന്നും ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 255 എന്ന ഡിജിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കോൺഗ്രസിനെ അധികാരത്തിലേറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ ന്യൂനപക്ഷങ്ങൾ എന്തിനു വോട്ട് ചെയ്യണം? കാരണം കോൺഗ്രസ് കേവല ഭൂരിപക്ഷത്തിൽ താഴെയാണ്. കോൺഗ്രസിനേക്കാൾ ഉറപ്പുള്ള, അതായത് മതേതര പക്ഷത്ത് നിലയുറപ്പിക്കുമെന്ന് ഉറപ്പുള്ള കക്ഷികൾ കൂടി പോകട്ടെ എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇതിനെ മാറ്റുമെന്ന് CPM ഒരുപക്ഷെ കരുതുന്നുണ്ടാകും. സണ്ണിക്കുട്ടി അബ്രഹാം. പക്ഷെ നികേഷ്, ന്യൂനപക്ഷങ്ങൾ ആഗ്രഹിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു ഗവൺമെൻറ് വരിക എന്നുള്ളതല്ലല്ലോ. അതല്ലല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്ന എന്തിനാണ്? BJPയെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക. അതിന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള, അല്ലെങ്കിൽ കോൺഗ്രസിന് മുൻകൈയുള്ള, ഒരു മേൽക്കൈയുള്ള ഒരു ഇന്ത്യ മുന്നണി വരുന്നു. അത് കഴിഞ്ഞ തവണയും ഒരു കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടാകുമെന്ന ആഗ്രഹത്തിലല്ല കേരളത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായി ചെയ്തിട്ടുണ്ടാവുക. ഒരു BJP വിരുദ്ധ
ഒരു മതനിരപേക്ഷ സർക്കാർ ഈ ഇന്ത്യയിൽ ഉണ്ടാവണം. അതാണ്. അതല്ലാതെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പം 255 സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ, അതുകൊണ്ട് കോൺഗ്രസ്സിന് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ എന്തിനു കോൺഗ്രസ്സിനെ വോട്ട് ചെയ്യണമെന്നൊരു ചിന്ത, ഒരു പ്രായോഗിക രാഷ്ട്രീയ ചിന്ത പോലും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഇവിടെ കോൺഗ്രസ് കുറേ കൂടെ പ്രായോഗികമാകുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ താങ്കൾ പറഞ്ഞ പോലെ ഷർമിള പിന്നെ കോൺഗ്രസ്സിലേക്ക് വരികയാണ്. അവർ തെലങ്കാനയിൽ താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് കോൺഗ്രസ്സിന് മനസ്സിലായി തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി മതി, അവരെ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ പറ്റുക ജഗൻമോഹൻ സഹോദരനുള്ള ആന്ധ്രാപ്രദേശിൽ തന്നെയാണ്, രായലസീമ പോലുള്ള പ്രദേശത്തു നിന്നാണ് അവർ വരുന്നത്. അപ്പോൾ അവിടെ പ്രയോജനപ്പെടുത്തുക. അങ്ങനെ കോൺഗ്രസ് കുറേ കൂടെ പ്രായോഗികമായി ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ചിന്തിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീ സജീവൻ പറഞ്ഞതുപോലെ ഇവിടെ പിന്നെ തൃശ്ശൂർ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇവിടെ 2-3 സീറ്റ് കിട്ടുമെന്നു. ഞാൻ നികേഷിനെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന കഴിഞ്ഞ തവണ 6 സീറ്റ് വരെ ജയിക്കുമെന്നൊക്കെ BJP ഇവിടെ വീരവാദം പറഞ്ഞതാണ്. അതായത് പത്തനംതിട്ട സീറ്റ് അടക്കം 6 സീറ്റുകൾ വരെ ജയിക്കുമെന്ന് ഇവിടെ വലിയ അവകാശവാദം പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ കന്യാകുമാരിയിൽ അദ്ദേഹം മത്സരിക്കുന്നെങ്കിൽ മത്സരിക്കട്ടെ, വാരണാസിയിൽ നിന്ന് വിട്ടിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് അവിടെ വന്ന് മത്സരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും BJP സർക്കാരിനെ മാറ്റുക എന്നുള്ളത് ഒരു അസംഭാവ്യമായ ഒരു കാര്യമായിട്ടൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എന്തായിരുന്നു? കേരളത്തിലൊക്കെ പിന്നെ തെക്കേ ഇന്ത്യ വിടുക, വടക്കേ ഇന്ത്യയിലെ വെറും നിരക്ഷര കുഷികളായിട്ടുള്ള വോട്ടർമാരാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയെ അധികാരത്തിൽ നിന്ന് ഇറക്കിവിട്ടെന്ന് ആലോചിക്കണം. ദക്ഷിണേന്ത്യ പോലുള്ള സംസ്ഥാനങ്ങൾ കോൺഗ്രസിനൊപ്പം നിന്നപ്പോൾ ഉത്തരേന്ത്യ, ഇതൊക്കെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ വളരെ സ്വാഭാവികമാണ്. നമുക്കത് അപ്രതീക്ഷിതമായിട്ട് പോലും ചില ഫലങ്ങൾ വന്നുകൂടാഴിക്കില്ല. 3 കൊല്ലത്തിനകം, അതാണ് ഈ വാചകം തീർത്തോട്ട്, 3 കൊല്ലത്തിനകം ഇന്ദിരാഗാന്ധി തോറ്റിറങ്ങിപ്പോയി. 3 കൊല്ലത്തിനകം അവർക്ക് ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാതിരുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിലൂടെ അവർ 3ാമത്തെ വർഷം തന്നെ അധികാരത്തിലേക്ക് തിരിച്ചു വന്നു. പിന്നെ നമുക്ക് 400 സീറ്റ് 21 സീറ്റ് എന്നൊക്കെ പറയാനും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിനും തെറ്റില്ല. പ്രായോഗിക രാഷ്ട്രീയം കുറേ കൂടെ വ്യത്യസ്തമാണെന്ന് നമുക്ക് പറയാം. ചിത്തരഞ്ജൻ, എന്ത് രാഷ്ട്രീയ കേരളത്തിൽ എന്ത് വ്യത്യാസമാണ് 2014 നിന്ന് 2019 നിന്നും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്? 2019 ഇതേ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ചിരുന്നു. ഇത്തവണയും രാഹുൽ ഗാന്ധി മത്സരിക്കും എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിനെ ഒറ്റക്കക്ഷിയാക്കുക എന്നുള്ള ലക്ഷ്യം കേരളത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുണ്ടായിരുന്നു. അവർ അറഞ്ചം പുറം വോട്ട് ചെയ്യുകയുണ്ടായി. നോക്കൂ, ഇപ്പോൾ 2024 എത്തുമ്പോൾ നവകേരള നികേഷിനോട് പറയാനുള്ളത്, അങ്ങനെ ഒരു പിണറായി വിജയൻ വിരുദ്ധത ഈ കേരളത്തിലുണ്ട് എന്ന് താങ്കൾ പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്ന് താങ്കൾ തന്നെ ഒരു ആത്മപരിശോധന നടത്തിയാൽ മതി. കാരണം ഈ ഇടതുപക്ഷത്തെ പൂർണ്ണമായി എതിർക്കുന്ന ഒരു പ്രധാനപ്പെട്ട പത്രം നടത്തുന്ന ചാനലുണ്ടല്ലോ, അവർ നടത്തിയിട്ടുള്ള സർവേയിൽ പോലും കേരളത്തിലെ ജനങ്ങൾ അടുത്ത മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നേതാവ് ആരാണെന്ന് വന്നപ്പോഴും പിണറായി വിജയനാണ് 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്ത് നിൽക്കുന്നവർ എത്ര ശതമാനത്തിൻ്റെ പിന്നിലാണ് എന്നുള്ളത് കാണുമ്പോഴും കേരളത്തിലെ ജനത എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് പോലും പറയേണ്ടി വന്നു. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഞാൻ വളരെ ബഹുമാനിപ്പിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു തമാശയിലായിരിക്കാം പറഞ്ഞത് ഞങ്ങൾ 21 സീറ്റ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് 20 സീറ്റുള്ളതിൽ ഭൂരിപക്ഷ സീറ്റ് നേടണം എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനുള്ള അർത്ഥം ഞാൻ പറഞ്ഞതിനകത്ത് ഞാനത് പറഞ്ഞോട്ടെ. അതെ ഞാൻ അതിനൊരു കുഴപ്പമില്ല. എനിക്ക് അദ്ദേഹത്തെ പോലുള്ള സീനിയറായിട്ടുള്ള അവരൊക്കെ പറഞ്ഞാൽ പോലും എനിക്ക് യാതൊരു പിണക്കമുള്ളതല്ല. കാരണം നമ്മളൊക്കെ ബഹുമാനിക്കുന്നവരാണ് അവരൊക്കെ. അതൊക്കെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഈ കേരളം തന്നെ എടുക്കൂ. ഈ കേരളത്തിൽ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ എന്നുള്ളതാണല്ലോ ഇവിടെ നടക്കുന്ന ചർച്ച. പ്രധാനമായും നമ്മൾ പറയുന്നത് മതന്യൂനപക്ഷങ്ങൾ ഇവിടെ നിൽക്കുന്നു. ഒരു കാര്യം ഉറപ്പല്ലേ, കേരളത്തിലെ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണോ? ഈ സംഘപരിവാർ RSS അല്ലെങ്കിൽ BJP ഈ ശക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അവരെടുക്കുന്ന സമീപനം എന്താണ്? BJPയുടെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയുടെ വിഷയത്തിലായാലും അല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കുന്ന പ്രശ്നമായാലും
എന്തിനേറെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കേരളം പോലെയുള്ള ഒരു സ്റ്റേറ്റിനെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുമെന്നാണല്ലോ വെല്ലുവിളിയോടുകൂടി അവരുടെ നേതാക്കന്മാർ കഴിഞ്ഞ കുറേ ദിവസക്കാലമായി പറയുന്നത്. ഇവിടുത്തെ മതന്യൂനപക്ഷമായാലും അല്ലെങ്കിൽ ഭൂരിപക്ഷ ജനവിഭാഗമായാലും എല്ലാ ജനങ്ങൾക്കും വളരെ സൗഹാർദ്ദത്തോട് കഴിയുന്ന ഒരു നാടെന്നുള്ള നിലയിൽ ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം എത്ര വലുതാണ്, ഇടതുപക്ഷത്തിൻ്റെ പിന്നെ ഇവിടെ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യം എത്ര വലുതാണ് എന്ന് നന്നായി ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തന്നെ ശുഭാപ്തി വിശ്വാസമുണ്ട്. ഈ കഴിഞ്ഞ 2019 നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അല്ല വരാൻ പോകുന്നത്. 2-3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പെ നേരിടുവാൻ പോകുന്നത്. ഒന്ന്, കോൺഗ്രസ് എടുക്കുന്ന മൃദുഹിന്ദുത്വ നിലപാട്. ആ മൃദുഹിന്ദുത്വ നിലപാടിന്റെ ഉദാഹരണങ്ങൾ നിരവധി. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള എംപിമാരടക്കം ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ അവർ ഇടപെട്ടിട്ടില്ല എന്നുള്ള പ്രശ്നം ഗൗരവമായി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ വെക്കുകയാണ്. ഒരു അവസാന ഘട്ടത്തിൽ TN പ്രതാപൻ എന്ന് പറയുന്ന MP എന്തോ സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പോലും ശകാരിക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം ചെയ്തിരിക്കുന്നത് എന്നതടക്കമുള്ള വാർത്ത മലയാളി കാണുകയാണ്. അപ്പോൾ ഇവിടെ വളരെ കൃത്യതയോടുകൂടി ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJPയെ ചെറുക്കുവാൻ കഴിയുന്ന ശക്തി അത് ഇടതുപക്ഷം തന്നെയാണ്. ആ ഇടതുപക്ഷം ദുർബലപ്പെട്ടുകൂടാ എന്നുള്ളത് കേരളത്തിലെ മതനിരപേക്ഷത്തെ ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗവും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് CPP ചിത്തരഞ്ജൻ താങ്കൾ പറഞ്ഞത്. TP ജയേന്ദ്രൻ മാസ്റ്റർ, നോക്കൂ, LDFിൻ്റെ കണ്ണ് ന്യൂനപക്ഷ വോട്ടുകളിൽ തന്നെയാണ് എന്നിപ്പോൾ CPP ചിത്തരഞ്ജൻ്റെ വാക്കുകളിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ ഈ ഒരൊറ്റ കേരളത്തിൽ മാത്രമാണ് ഇന്ത്യ മുന്നണി സംബന്ധിച്ച് ഒരു വ്യക്തതയുള്ളത്. കാരണം ഇവിടെ രണ്ടായി തന്നെയാണ് മത്സരിക്കുക. ഇപ്പോൾ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തുല്യ ശക്തികളായിട്ടുള്ള ദില്ലിയിലോ അല്ലെങ്കിൽ പഞ്ചാബിലോ സീറ്റ് വിഭജനം നടക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയും കോൺഗ്രസ് സീറ്റ് വിഭജനത്തിൽ തയ്യാറാണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ ഇവിടെ LFുമായി ലെഫ്റ്റ് ഫ്രണ്ടുമായിട്ട് അവരെന്തായാലും ഒരു സീറ്റ് വിഭജനത്തിന് തയ്യാറല്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണ് TP ജയേന്ദ്രൻ മാസ്റ്ററെ? ഇവിടെ BJP അപ്രസക്തമാണ് എന്നുള്ളത് കൊണ്ടാണ്. നികേഷേ, ഒന്ന്, എൻ്റെ സംഭാഷണം അവസാനിപ്പിച്ചപ്പോൾ താങ്കൾ പറഞ്ഞ പരിസമാപ്തിയിൽ വെച്ച് ഞാൻ ആരംഭിക്കാം. അങ്ങ് ഉത്തരേന്ത്യയിലെ പാർട്ടിയാണല്ലോ BJP എന്നാണ് താങ്കൾ കൺക്ലൂഡ് ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ നികേഷേ, ദക്ഷിണേന്ത്യയിൽ നിങ്ങൾ ഭാരതത്തെ സൗത്തും നോർത്തുമായിട്ട് തിരിക്കുക. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ MPമാരുള്ള പാർട്ടി ഏതാ? കോൺഗ്രസ് ആണോ, BJP ആണോ, CPM ആണോ? കർണാടകയിൽ മാത്രം നികേഷേ 28-ൽ 21 BJPക്കാണ്. അങ്ങ് തെലങ്കാനയിൽ BJPക്ക് 4. അത്ര കോൺഗ്രസിനോ ഉണ്ടോ അത്ര CPMനുണ്ടോ? അപ്പം നമ്മൾ വസ്തുതകളായിട്ട് പറയുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇൻഫർമേഷൻസ് ജനങ്ങൾക്ക് കൈമാറുക എന്നൊരു വിനിമയ അഭ്യർത്ഥന എനിക്കുണ്ട്. രണ്ടാമത്, ഈ ചിത്തരഞ്ജൻ പറഞ്ഞ മാതിരിയാണോ കേരളത്തിൻ്റെ മനസ്സ്? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ 19 സീറ്റിൽ കോൺഗ്രസ് ജയിക്കില്ലല്ലോ. അന്നുണ്ടായിരുന്ന കാര്യമാണ് നികേഷ് ഞാൻ പറഞ്ഞത്. നമ്മൾ വളരെ മനഃപൂർവ്വമായിട്ട് കേരളത്തിലെ ഇടതു മാധ്യമങ്ങളും ജിഹാദി ഗ്രൂപ്പും മാർക്സിസ്റ്റ് പാർട്ടിയും ചേർന്ന് ഒരു നറേഷൻ ഉണ്ടാക്കി. ഇതാ അവസാനിക്കാൻ പോകുന്നു. ഇപ്പം ഞാൻ കേരളത്തിൽ ശ്രമിക്കുന്നത് നോക്കൂ, കേരളത്തിൽ ഇപ്പം മാധ്യമങ്ങളിൽ പെട്ടെന്ന് ബ്രേക്ക് ഇട്ട പോലെ ഹമാസ് നമ്മുടെ ഇസ്രായേൽ ചർച്ച നിന്നു. വീണ്ടും തിരിച്ചു വരുന്ന ഏതാണ്? ഇപ്പം കേരളത്തിലെ മാധ്യമങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് അങ്ങ് മണിപ്പൂരാണ്. എന്തുകൊണ്ടാണ് ഈ ഹമാസ് അങ്ങ് ഇടത്തുപെട്ടത്? കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന മാർക്സിസ്റ്റ് ജിഹാദി എക്കോസിസ്റ്റം ചില അപകടം മണത്തു തുടങ്ങിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ക്രിസ്തീയ സമൂഹം അവർക്കിടയിൽ ഇപ്പോൾ വലിയ ഒരു മാറ്റം വന്നു എന്ന് BJP പറയുന്നത് നിങ്ങൾ വിശ്വാസത്തിലെടുക്കണ്ട. അപ്പം നോക്കൂ, സംവരണ കാര്യത്തിൽ, ന്യൂനപക്ഷ സംവരണ കാര്യത്തിൽ ആരുണ്ടായിരുന്നു ചിത്തരഞ്ജ അവരുടെ ഭാഗങ്ങൾ കേൾക്കാൻ? അവരുടെ ആത്മീയ നേതാക്കന്മാർക്കെതിരെ കള്ളക്കേസ് ചുമത്തുമ്പോൾ ആരുണ്ടായിരുന്നു? അവർക്കൊരു വിഷമം നേരിട്ടപ്പോൾ ആളുണ്ടായിരുന്നു. ഇന്ന് അവർക്കൊരു ഒരു നിഗമനത്തെ അവരെത്തിയിരിക്കുന്നു. ഹമാസിൻ്റെ അടിമപ്പണി ചെയ്യുന്ന ആളുകൾക്ക് ആ സമൂഹം ഇനി വോട്ട് ചെയ്യേണ്ടതുണ്ടോ എന്ന് എല്ലാവരും അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിലും പ്രബലമായ ഒരു വിഭാഗത്തിൻ്റെ ചിന്തയിൽ ആ ഒരു ചിന്ത ഉടലെടുക്കുന്നുണ്ട്. രണ്ടാമത്, കേരളത്തിൽ 2019 ഒരു ഭരണമാറ്റം ഉണ്ടാകും, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും, ഇടതുപക്ഷത്തിൻ്റെ സ്ഥിതി എന്തായാലും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. ഇന്ന് അവർക്കറിയാം ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരു ചാൻസ് ഇല്ല. പ്രതിപക്ഷത്തിരിക്കാൻ ഇതുമാതിരി ഇവിടെ കുറേ ആളുകളെ വിജയിപ്പിച്ചയച്ചത് കൊണ്ട് കേരളത്തിന് എന്തുണ്ടാകാൻ സാധിക്കുന്നു എന്നുള്ള ഒരു ചിന്ത കൂടി അവരെ അലട്ടുന്നില്ലേ? പണ്ട് അങ്ങനെ ആയിരുന്നില്ല. 2019 ഇതാ
ഞങ്ങൾ ഒരു വലിയ ഭരണമാറ്റം ഉണ്ടാകും, അപ്പോൾ കേരളത്തിന് അർഹതപ്പെട്ടതൊക്കെ ചോദിച്ചു. പക്ഷേ ഇന്ന് അവർക്ക് മനസ്സിലായി, ഇന്ത്യയിലെ കേരളത്തിലെ ജനതയ്ക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ ഇന്ത്യയോടൊപ്പം ഇനിയിപ്പോൾ ചിത്തരഞ്ജൻ പറഞ്ഞ മാതിരി ഒറ്റ ചോദ്യമേ എനിക്ക് ചോദിക്കാനും, ഒരു ധവളപത്രം പുറത്തുവിടാത്തത് എന്താണ് ചിത്തരഞ്ജൻ? രാഷ്ട്രീയമാണെങ്കിൽ ഇതേ ആവലാതി തമിഴ്നാടിനുണ്ടാകണ്ടേ? ഇതേ പരാതി BJP ഇതര സംസ്ഥാനങ്ങൾക്കൊക്കെ പറയണ്ടേ? മാത്രമല്ല, നിർമ്മല സീതാരാമനെ പോലുള്ള ആളുകൾ പാർലമെന്റിൽ ചോദിച്ചപ്പോൾ അവർ തെറ്റാണ് പറഞ്ഞതെങ്കിൽ ഒരു അവകാശ ലംഘന പ്രമേയമെങ്കിലും നിങ്ങൾ കൊടുക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ഈ ആരോപണങ്ങളുടെ ഒക്കെ മുന കേരളത്തിൽ ഒടിയാൻ പോവുകയാണ്. കേരളത്തിലെ ജിഹാദി ഇടത് എക്കോസിസ്റ്റത്തിൽ ചില തിരിച്ചറിവ് മാധ്യമങ്ങളിലൂടെ അവർ പുറത്തുവിടുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഒരു കാര്യം സത്യമാണ്, നമുക്ക് ഭൂരിപക്ഷ ന്യൂനപക്ഷമൊക്കെ കാണാം. മനുഷ്യരുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു അതൊക്കെ നമുക്ക്, ഞാൻ ഏതായാലും ഇടതുപക്ഷത്തെ പോലുള്ള കോൺഗ്രസിനെ പോലുള്ള മതേതര ആളുകൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ ഭൂരിപക്ഷ ചർച്ചകളിലേക്കൊക്കെ പോകുന്നതിന് പ്രോത്സാഹജനകമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അത്തരം ആളുകളിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ചിന്താധാര രൂപപ്പെടുകയും, മാത്രമല്ല ഞാൻ ഇന്ന് പറഞ്ഞ മാതിരിയിൽ ഈ രാജ്യത്ത് നടന്നിരിക്കുന്ന പൊതു നേട്ടങ്ങളെക്കുറിച്ച് അഭ്യസ്ത വിദ്യരും രാഷ്ട്രീയ ബോധമുള്ളവരുമായ മാധ്യമപ്രവർത്തകരിലും ചിന്താധാരയുള്ള ആളുകളിലും മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഇനി സണ്ണിക്കുട്ടി പറഞ്ഞ ഒറ്റ ചോദ്യം, ഒരു 10 കൊല്ലം മുമ്പ് ത്രിപുരയിൽ BJP ജയിക്കുമെന്ന് താങ്കൾക്ക് വിശ്വസിക്കാൻ കഴിയുമായിരുന്നു? ഒരു 15 കൊല്ലം മുമ്പ് മാർക്സിസ്റ്റ് 36 കൊല്ലം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച ത്രിപുര, ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ബംഗാൾ BJPയുടെ കൈകളിലേക്ക് അല്പമെങ്കിലും ചായുമെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു 3 മാസം മുമ്പ് തെലങ്കാന കോൺഗ്രസ് വിജയിക്കുമെന്ന് ആർക്കെങ്കിലും ആരെങ്കിലും വിചാരിച്ചിരുന്നോ? ഇല്ല. അവിടെ BJPക്ക് ഇരട്ടി സീറ്റ് ഉണ്ടാകുമെന്ന് നികേഷ് വിചാരിച്ചിരുന്നോ? തെലങ്കാനയിൽ BJPക്ക് 7% വോട്ട് 14 ആകുമെന്ന് വിശ്വാസം തീർച്ചയായും. ആ നിലയിലാണ് 2019 BJP തെലങ്കാനയിലെ 2019 BJPക്ക് കോൺഗ്രസിനേക്കാൾ ഇരട്ടി സീറ്റുകൾ ലഭിച്ചിരുന്നു. 2021 ഗ്രേറ്റർ ഹൈദരാബാദില് BRSനോട് ഒപ്പമുള്ള സീറ്റുകൾ ലഭിച്ചിരുന്നു. അപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന BJP ആണ് BRSന്റെ പ്രധാന എതിരാളിയാകാൻ വരുന്നതെന്നാണ്. പക്ഷേ കോൺഗ്രസ് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്ന് ജയിച്ചു കഴിഞ്ഞു. അല്ല, ഗ്രേറ്റർ താങ്കൾ ഈ പറഞ്ഞ ഗ്രേറ്റർ സീറ്റിൽ, ഹൈദരാബാദ് സീറ്റിൽ, ആ മേഖലയിൽ ഇപ്പോഴാർക്കാ മേൽക്കൈ? ആ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലേ? അതൊരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായിരുന്നു നികേഷേ, ആ സംസ്ഥാനത്തിലെ മൊത്തം തെരഞ്ഞെടുപ്പായിരുന്നില്ല. ആ മേഖലയിൽ ഇന്ന് ആരാണ് MP? ഒന്നും കൂടി ആ 7% സീറ്റായിരുന്നു നിങ്ങൾ ഈ പറഞ്ഞ 2019 BJPക്ക് ഉണ്ടായിരുന്നു. ഇന്ന് എത്രയാ? 14. ഞാൻ പറഞ്ഞുകൊണ്ട് എന്ത് എത്രയോ നികേഷ്, അത് ഇറക്കിയേണ്ട. അത് താങ്കൾ പറയുന്ന ഡാറ്റകളൊക്കെ ഞാൻ വിശ്വസിക്കാം. ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും അങ്ങനെ ആർക്കും സ്ത്രീധനമായിട്ട് ആരും തീരെഴുതി കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇന്ത്യയിൽ ഒരിക്കലും ഭരിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് സ്ത്രീധനമായി കിട്ടിയതല്ല. അതുകൊണ്ടാണ് 2004 ഇവിടെ ഖാർഗെ സൂചിപ്പിച്ചത് അടിയന്തരാവസ്ഥ കഴിഞ്ഞതിന് ശേഷമുള്ള ഇന്ദിരാഗാന്ധിയുടെ പതനം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം സൂചിപ്പിച്ചത്. അതുകൊണ്ട് 2024 അങ്ങ് എടുക്കല്ലേ, അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഞാൻ എതിർക്കുന്നില്ല, ഞാൻ അതിനെ എതിർക്കുന്നില്ല നികേഷ്, ഞാൻ അതിനെ എതിർക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കാനും അങ്ങനെ പ്രചരിപ്പിക്കാനും ഒരു കോൺഗ്രസിന്റെ നിരീക്ഷകനായി വന്ന സണ്ണിക്കുട്ടി എബ്രഹാമിനും തൻ്റെ അടിത്തറ നഷ്ടപ്പെട്ടു പോയ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നികേഷേ, അടിത്തറ നഷ്ടപ്പെട്ടു പോയ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് നെഞ്ചത്ത് കൈവച്ച് നികേഷ് പ്രതീക്ഷിക്കുന്നുണ്ടോ? നമുക്ക് രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് പറയാം. ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു തിരിച്ചുവരവ്, അടിത്തറ നഷ്ടപ്പെട്ട, നിലപാടുകൾ നഷ്ടപ്പെട്ട, ഒന്നിലും ഒരു നിലപാട് പോലും എടുക്കാൻ കഴിയാത്ത ഇഷ്യൂസ് ഒരുപാടുണ്ട്. അത്തരം ഒരു കോൺഗ്രസ്. പക്ഷേ ശ്രീ DP ജയേന്ദ്രൻ മാസ്റ്റർ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഏറ്റവും ഒടുവിൽ നിങ്ങൾ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിച്ച 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് BJPക്ക് അല്ല സാർ, കോൺഗ്രസിനാണ്. നികേഷേ, സംസ്ഥാനം വൈസ് പറയൂ. നിങ്ങൾ ഈ കോട്ടൽ കണക്ക് പറയുമ്പോൾ ഏതൊക്കെ അതിനകത്ത് പെടുന്നതെന്ന് അറിയോ? നിങ്ങൾ ഈ പറയുന്ന തെലങ്കാനയും ഉൾപ്പെടും. ഇനി നിങ്ങളൊരു കാര്യം കിട്ടെ, അതാണോ നമ്മുടെ മാനദണ്ഡമെങ്കിൽ BJP ആയിരുന്നില്ലേ ഭരിക്കേണ്ടത്? നമ്മുടെ രാജ്യത്ത് ഒരു സംവിധാനമുണ്ട്. അല്ല വികേഷ്, നമ്മുടെ രാജ്യത്ത് ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം, ഞാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയർ എൻ്റെ മുമ്പിലുണ്ട്. എടുക്കണോ? വോട്ട് ഷെയർ ആണെങ്കിൽ വോട്ട് ഷെയറിലേക്ക് നമുക്ക് പോകാം, പ്രസിഡന്റ് സംവിധാനത്തിലേക്കാണെങ്കിൽ. പക്ഷെ നാട്ടിൽ നിലവിലുള്ള സംവിധാന പ്രകാരം കോൺഗ്രസിനേക്കാൾ ബഹുദൂരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മറ്റു ചില കണക്കുകൾ നമ്മൾ അളക്കാൻ എങ്ങനെയാ? കിട്ടിയിരിക്കുന്ന സീറ്റുകളുടെ കാര്യത്തിലാണ്. നോക്കൂ, ഇന്ത്യയിൽ കോൺഗ്രസിനുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പുണ്ടായിരുന്ന സീറ്റുകളിൽ എത്രയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്? 109 സീറ്റ് ഉണ്ടായിരുന്ന BJPക്ക് 163. നികേഷ് കേൾക്കണം, 114 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസിൽ 66. ഇതാണ് കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ചിത്രം.
അപ്പം നമ്മൾ എന്ത് പറയും? വോട്ടിൻ്റെ പെർസെൻറ്റേജ്, അതിനുള്ള വ്യത്യാസം, അവിടെ കിട്ടിയ വോട്ടിൻ്റെ എണ്ണം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മൊത്തം നമുക്ക് അങ്ങനെ ഒരു സംവിധാനമല്ല. നമ്മൾ നിലവിലുള്ള സംവിധാനം വെച്ചാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസിന് നിങ്ങൾ ഈ പറഞ്ഞ ഇന്ത്യ മുന്നണി, രാഹുൽ ഗാന്ധിയുടെ യാത്ര, ഇവിടെ ഉണ്ടായിരിക്കുന്ന മുന്നേറ്റങ്ങൾ, അതിനുശേഷം ഉണ്ടായ ഓരോ ഉദാഹരണം എടുത്ത് പരിശോധിക്കൂ. ആ യാത്ര പോയിടത്തിന് ശേഷം കോൺഗ്രസിന് ഉണ്ടായ മുന്നേറ്റം എന്താണ്? ഇന്ത്യ മുന്നണി ആദ്യത്തെ പരീക്ഷണമായിരുന്നു നികേഷെ നമ്മുടെ ത്രിപുരയിലെ മാർക്സിസ്റ്റ് പാർട്ടി കൈയടക്കിയിരുന്ന മണ്ഡലം. അവിടെ എന്താണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായത്? രണ്ടുപേരും കൂടെ മത്സരിച്ചു. 3909 വോട്ടാണ്. 68,000 വോട്ട് BJP കിട്ടിയപ്പോൾ രണ്ടുപേരും ഒരുമിച്ച്. ഞാൻ ഒരു ഉദാഹരണം മാത്രമല്ല ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, അവിടെയൊക്കെ വലിയ നിലയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയെന്നാണ് CPM പറയുന്നത്. ഈക്വൽ ടു 2 ആൾവേസ്. അല്ല, അങ്ങനെ ആർക്കും പറയാമല്ലോ. അല്ല, അവര് റിസൾട്ട് വന്നതിന് ശേഷമല്ല, റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയില്ല, BJP വലിയ നിലയിൽ അട്ടിമറി നടത്തിയെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത്രേ എനിക്കറിയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ CPM-ന് ഒരു പരാതി, അതൊന്നും അല്ല നമ്മുടെ വിഷയം. ഇലക്ഷൻ കമ്മീഷൻ ഇതിന്റെ ഒതന്റേറ്റീവ് ആവാൻ വേണ്ടി ക്ഷണിച്ചിരുന്നു. എന്തൊരു പരാതി കൊടുക്കാഞ്ഞത്? അപ്പൊ അതൊക്കെ തോൽവിക്കാരൻ 100 ന്യായം പറയും നികേഷ്. അതൊക്കെ അങ്ങനെ പറയട്ടെ. അതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ അവർക്കുള്ള നഷ്ടപ്പെടും. ഇത്തരം ആരോപണങ്ങളൊക്കെ ഇനിയും വരും. പക്ഷെ വസ്തുതയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. 2024 കോൺഗ്രസിനൊരു തിരിച്ചു വരവ് അസാധ്യമാണ്. അടിത്തറ നഷ്ടപ്പെട്ട ഇടതു മുന്നണിയും പലയിടത്തും ഉണ്ടാക്കിയ ഇന്ത്യ മുന്നണിയിൽ പരസ്പരം ഇന്നും, അത് എനിക്ക് തോന്നുന്നു ഗർഭാവസ്ഥയിൽ തന്നെ അത് അകാല മൃത്യു പറഞ്ഞു. അതാണ് താങ്കളുടെ ജനാധിപത്യ രാജ്യത്തിൽ വിലയിരുത്താം. ശ്രീ എ സജീവൻ, നോക്കൂ, 4 മിനിറ്റ് മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. എല്ലാവരും സഹകരിച്ചാൽ 4 പേർക്കും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവും, അല്ലെങ്കിൽ 2 പേര് സംസാരിച്ച് അവസാനിപ്പിക്കേണ്ടി വരും. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, നോക്കൂ, ഇപ്പോൾ ജയേന്ദ്ര മാസ്റ്റർ പറയുന്നു 400 സീറ്റാണ് ഞങ്ങളുടെ ലക്ഷ്യം. BJP ശരിയാണ്, 400 സീറ്റ് ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ അടിത്തൂണുകളെല്ലാം തകരാറിലായിരിക്കുന്നു, അല്ലെങ്കിൽ ഇടിഞ്ഞു വീണിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഉദാഹരണത്തിന് ജുഡീഷ്യറിയുടെ കാര്യത്തിൽ രാമക്ഷേത്രത്തിൻ്റെയോ 370യുടെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഹിൻഡൻബർഗിൻ്റെയോ ഒക്കെ വിധിന്യായങ്ങളിൽ പോലും അവർ ആശങ്കയും സംശയവും പ്രകടിപ്പിക്കുകയാണ്. അത് ജുഡീഷ്യറിയുടെ കാര്യമാണെങ്കിൽ CAG എന്നത് പ്രവർത്തിക്കുന്നേയില്ല 2015 ശേഷം എന്ന നിലപാടിലാണ് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളെല്ലാം തന്നെയും. പാർലമെൻ്ററി പ്രവർത്തനം, പ്രതിപക്ഷമില്ലാതെ വളരെ നിർണായകമായ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ കഴിയുമെന്ന് ഇതിനകം തെളിയിച്ചിരിക്കുന്നു. നിയമസഭകളിലാകട്ടെ, പ്രതിപക്ഷം ഭരിക്കുന്ന നിയമസഭകളിൽ നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ ഗവർണർ അംഗീകരിക്കുന്നില്ല എന്നുള്ള അവസ്ഥ. ഇലക്ഷൻ കമ്മീഷനിൽ സുപ്രീം കോടതി വിധി മറികടന്നുകൊണ്ട് അവിടെ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഒന്നും തീരുമാനിക്കേണ്ടതില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിച്ചോളാം എന്നുള്ള നിലയിൽ സർക്കാർ പോവുകയും ചെയ്തു. പിന്നെ എങ്ങനെയാണ് ഇത്രയധികം പ്രചരണം സർക്കാരിനെതിരെ ഉള്ളപ്പോൾ, ഈ നിലയിൽ കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് BJPക്ക് 400 സീറ്റ് കിട്ടുമെന്ന് BJPക്കെങ്കിലും ആഗ്രഹിക്കാനും പ്രതീക്ഷിക്കാനും കഴിയുന്നത്? ശ്രീ എ സജീവൻ. തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം നമ്മൾ 1977 എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസിനെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ പ്രതിപക്ഷത്തിന്, ജനതാ പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ പറ്റിയത്? അവിടെ എല്ലാ പാർട്ടികളും അടിയന്തരാവസ്ഥ കാലത്ത് അതിനെതിരെ പോരാടിയിട്ടുള്ള എല്ലാ പാർട്ടികളും ജയപ്രകാശ് നാരായൺ എന്ന നേതാവിന്റെ കീഴിൽ ഏക മനസ്സായിട്ട് അവിടെ ABVPയും ജനസംഘവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സോഷ്യലിസ്റ്റ് പാർട്ടികളും എല്ലാവരും ഒരേ മനസ്സായിട്ട് വേറെ ചിന്തകളില്ലാതെ പോരാടി. അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, പരമശത്രുവായിട്ടുള്ള ഇന്ദിരാഗാന്ധിയെ തോൽപ്പിക്കുക എന്നുള്ളത്. അത് നേടി. പിന്നീട് അവർ അധികാരത്തിന്റെ ആർത്തി കൊണ്ടാണ് വളരെ പെട്ടെന്ന് ഛിന്നഭിന്നമായി പോയത്. ഇവിടെ അങ്ങനെ ഉണ്ടോ? നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആ സമയത്ത് കഴിയുമ്പോഴല്ല, അതിന് മുമ്പേ തന്നെ നിതീഷ് കുമാർ, അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവർ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പുകളൊന്നുമല്ല പ്രശ്നം, അവർ വേറെ കോൺഗ്രസ് അവർക്ക് ആ തെരഞ്ഞെടുപ്പ് ജയിക്കാനാണ്. ഇന്ത്യ സഖ്യത്തെ ഒരു മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമവും അവർ നടത്തുന്നില്ല എന്ന് പറഞ്ഞു. കോൺഗ്രസ് ഇവരൊക്കെ പരമാവധി അന്ന് ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് വളരെയധികം ശക്തി ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഉണ്ടാവുന്നില്ല എന്നുള്ള തോന്നൽ നരേന്ദ്രമോദിക്കുള്ളത് കൊണ്ടായിരിക്കാം, BJPക്കുള്ളതുകൊണ്ടായിരിക്കാം അവർ ഈ 400 കിട്ടുന്നൊക്കെ അവർ ഒരുപക്ഷെ കൂടുതലായിട്ട് ആഗ്രഹിക്കായിരിക്കാം. പക്ഷെ അവർക്കൊരു ആത്മവിശ്വാസം കൊടുക്കുന്നത് ഐക്യപ്പെടാത്ത ഇന്ത്യ ഐക്യമാണ്, ഇന്ത്യ സഖ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. അവസാനമായി ശ്രീ PP ചിത്തരഞ്ജൻ, ഞാൻ സണ്ണിക്കുട്ടി എബ്രാഹിമിലേക്കും ഒപ്പം തന്നെ ജയേന്ദ്ര മാസ്റ്ററിലേക്കും വരുന്നുണ്ട്. ശ്രീ ചിത്തരഞ്ജൻ, നോക്കൂ, ഈ ഒരു സാഹചര്യം അൺവെയിലിംഗ് ഓഫ് ദ സെക്കൻഡ് ഇന്ത്യൻ റിപ്പബ്ലിക് എന്നാണ് ചില നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഒരു ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഇന്ത്യയാണ് കാണുന്നതെങ്കിൽ ആ നിലയിലുള്ള വിട്ടുവീഴ്ച എല്ലാവരും ചെയ്യണം, ബംഗാളിൽ CPM-ഉം ചെയ്യണം. അല്ല, ഇവിടെ ദേശീയ നിലവാരത്തിൽ 26 പാർട്ടികൾ ചേർന്നിട്ടുള്ള ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് നയിക്കുവാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കാണ് പ്രധാനമായിട്ടുള്ളത്.
ആ കാര്യത്തിനകത്ത് വിശദമായ ചർച്ചകളിലൂടെ തന്നെ BJP ഇതര ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളുമായിട്ട് ഈ പാർട്ടികൾ മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എനിക്ക് ഒറ്റ കാര്യമെന്ന് പറയാനുള്ളത്, ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞപ്പോൾ ജയേന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു കേരളത്തോട് ഒരു വിവേചനമില്ല, നിങ്ങൾ തവണ പത്രം ഇറക്കൂ. എല്ലാവർക്കും അറിയുന്നതല്ലേ, 57,400 കോടി രൂപ ഈ കേരളത്തിൻ്റെ നികുതി വിഹിതത്തിൽ നിന്ന് 3.58% എന്നുള്ളത് നമ്മളത് വെട്ടിച്ചുരുക്കി 1.925% കുറച്ചതിൻ്റെ ഫലമായി 18,000 കോടി രൂപയാണ് കേരളത്തിന് നഷ്ടപ്പെട്ടത്. 19,000 കോടി രൂപ കേരളത്തിന് വായ്പാനുമതി അത് ഈ ഗവൺമെൻറ് ഇല്ലാതാക്കിയല്ലേ ഉണ്ടായിട്ടുള്ളത്. റവന്യൂ കമ്മി ഇനത്തിൽ കേരളത്തിന് 8,400 കോടി രൂപയാണ് കുറഞ്ഞത്. GST നഷ്ടപരിഹാരമായി ലഭിച്ചിരുന്ന 12,000 കോടിയോളം രൂപയാണ് കുറഞ്ഞത്. അപ്പോൾ കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഈ സമീപനങ്ങൾ, ആ സമീപനത്തിൻ്റെ ഫലമായി കേരളത്തിൻ്റെ വികസനം, കേരളത്തിൻ്റെ ക്ഷേമം, കേരളത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ അത് പിന്നോട്ടടിപ്പിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷീണമായ ശ്രമം, ആ ശ്രമത്തിന് കൂട്ടുപിടിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് UDF കൂടെ പോകുന്ന സാഹചര്യം, ആ സാഹചര്യത്തെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത്. ഒറ്റക്കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഈ ക്രൈസ്തവർ BJP-യിലേക്കാണെന്നുള്ള തെറ്റായ ധാരണയൊന്നും ആർക്കും വേണ്ട. ഇന്ന് അതിനകത്ത് ചേർന്ന ഒരു വൈദികനെ ഒരു സഭ പുറത്താക്കി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം എന്താ, എങ്ങനെയാണ് ക്രൈസ്തവർക്കും, എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക്, അല്ലെങ്കിൽ എങ്ങനെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഈ സംഘപരിവാർ ശക്തികളോടൊപ്പം പോകാൻ കഴിയുന്നത്? ഇന്ത്യ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവനും BJP ഒന്നുമല്ല, RSS അല്ല, സംഘപരിവാർ അല്ല. BJP-ക്ക് മൊത്തം കിട്ടിയിട്ടുള്ളത് 37% വോട്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് അവരല്ല. എന്നാൽ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ അതൊക്കെ അറിയാവുന്നതാണ്. വ്യക്തമാണ്, താങ്കളുടെ നിലപാട് വ്യക്തമാണ്. സീറ്റാണ് BJP ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ശരി, വ്യക്തമാണ് സാർ. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, കേരളത്തിൽ നിന്നും BJP-ക്ക് സീറ്റുകൾ ആവശ്യമായി വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം, അതായത് തെക്കേ ഇന്ത്യയിൽ, കിഴക്കേ ഇന്ത്യയിൽ, വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ ഒക്കെ തന്നെയും BJP-യുടെ സ്വാധീനം വളരുന്നുണ്ട് എന്നാണോ കാണേണ്ടത്? നികേഷേ, ശ്രീ ജയേന്ദ്രൻ മാഷ് പറഞ്ഞ പോലെ ഒരു 400 സീറ്റ് എന്നൊരു ലക്ഷ്യത്തിലെത്തണമെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു 10 സീറ്റെങ്കിലും BJP-ക്ക് ലഭിക്കേണ്ടി വരും. അത് നമുക്ക് കൃത്യമായിട്ട് കണക്കാക്കാവുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും ഇവിടെ LDF-ഉം അവിടെ BJP-യും അമിത വിശ്വാസത്തിൻ്റെ എവറസ്റ്റിൻ്റെ കയ്യിൽ നിന്നുകൊണ്ടാണ്. ഇവിടെ ഒരു ശക്തിമാനെ അവതരിപ്പിക്കുന്നു, അവിടെ നാളെ നമ്മുടെ മോദിജിയെ ഒരു ദൈവമായി, ദൈവത്തിൻ്റെ അവതാരമായി ഒരുപക്ഷെ അവതരിപ്പിച്ചായിരിക്കാം മത്സരത്തിലേക്ക് പോകുന്നത്. അഹങ്കാരം, താങ്കൾ പറഞ്ഞ പോലെ ജനാധിപത്യത്തിൻ്റെ അടിത്തറകൾ തകർത്തു കഴിഞ്ഞു. എന്തും ചെയ്യാം എന്നുള്ള ഒരു നിലയാണ് ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ള. ഞാൻ ഒരൊറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ തൃശ്ശൂർ വന്നപ്പോൾ മോദിജി PT ഉഷയുടെയും മിന്നുമണിയുടെയും നടുവിലിരുന്നു കൊണ്ടാണ് സംസാരിച്ചത്. പക്ഷേ വാസ്തവത്തിൽ എന്താണ്, ഇന്ത്യ ഗേറ്റിൽ KL രത്നയും പത്മശ്രീയും അതിന് അർജുന അവാർഡും അവിടെ വരുന്ന ചെറിയ കൊച്ചുപിള്ളേർ തട്ടിക്കളിക്കുന്ന രംഗമാണ് കാണുന്നത്. ഈ വൈരുദ്ധ്യം ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് അവർക്ക് അറിയാം. അതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പിൽ ആളുകൾ വിധി എഴുതുക എന്ന കാര്യത്തിൽ യാതൊരു. ശരി, അവസാനമായി ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, ഒരു ആഖ്യാനം ഉണ്ടായി വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ 2ാം ഭാരത് ജോഡോ യാത്ര തുടങ്ങുകയാണ്. അവർ ജാതി സർവേയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു, ജാതി സെൻസസ് എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു, മല്ലികാർജുൻ ഖാർഗെ എന്ന ദളിത് പ്രധാനമന്ത്രിയെ മുന്നോട്ട് വെക്കുന്നു. അതൊക്കെ വെളിപ്പെടുക അവസാന നിമിഷങ്ങളിലായിരിക്കും ശ്രീ ജയേന്ദ്ര മാസ്റ്റർ. അല്ല, അത് വെളിപ്പെടുത്തോട്ടെ, അതൊക്കെ കോൺഗ്രസിൻ്റെ തന്ത്രങ്ങളിലെ ഞങ്ങൾക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം നികേഷേ, വംശാധിപത്യത്തിൻ്റെ ചൂട്ടുപിടിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്തിലെ മണ്ണിൻ്റെ യഥാർത്ഥ അവകാശികളായ ദളിതരും ആദിവാസികളും പിന്നോക്ക വിഭാഗങ്ങളും പെട്ടവരൊക്കെ തന്നെ ഒരു തിരിച്ചറിവിൻ്റെ പാതയിലാണ്. ഇക്കാലം അത്രയും നമുക്ക് അവരെ വഞ്ചിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ സാധിച്ചു എന്നുള്ള സത്യമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നിഷേധേ, ഇന്ത്യൻ ജനാധിപത്യത്തിൽ ആത്യന്തികമായി ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ ചെറുത്തു തോൽപ്പിച്ച ഒരു ജനത ഇന്ത്യയിലുണ്ട്. അതിൻ്റെ കാരണം എന്താ? ജനവിരുദ്ധമായ ഒന്നിനെയും ഇന്ത്യ രാജ്യം വെച്ച് പൊറുപ്പിക്കില്ല. ഞാൻ ഇവിടെ അടിവരട്ട് പറയുന്നു, BJP സർക്കാർ ജനവിരുദ്ധമാണെങ്കിൽ അത് ഇന്ത്യൻ ജനത തിരിച്ചറിയും. മറിച്ച് CPM-ഉം കോൺഗ്രസും ജനവിരുദ്ധമാണെങ്കിൽ അവർക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും തരത്തില് അപായപ്പെടുത്തിയിട്ടില്ല. സുഗമമായി നടന്നിരുന്നു. അല്ല നികേഷേ, അലഹബാദ് ഹൈക്കോടതിയുടെ വിധി കോൺഗ്രസിന് വേണ്ടി വക്കാലത്ത് പിടിക്കണോ? അലഹബാദ് ഹൈക്കോടതി വിധി ഇന്ദിരാഗാന്ധി കാറ്റിൽ പറത്തിയപ്പോഴും ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ ജുഡീഷ്യറിയെയും അവർ അധപ്പതിച്ചോ?
തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് നേതാക്കന്മാരെ ജയിലിൽ അടച്ചപ്പോൾ അവർ ജനാധിപത്യത്തെ പിന്തുണച്ചോ? പത്രമാധ്യമങ്ങളെ വിചാരണ കൂടാതെ ദീർഘകാലം സണ്ണിക്കുട്ടി എബ്രഹാമിന് എന്താ പറയാനുള്ളത്? പൂർത്തിയാക്കൂ. ഭരണകൂടത്തെയും അംഗീകരിച്ചോ? ഈ ഒറ്റ വാചകമേ ഉള്ളൂ നികേഷേ, ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഏക പ്രതീക്ഷ ഇവിടെ പിന്നെ ജയേന്ദ്ര മാഷ് പറഞ്ഞതാണ്, ജനവിരുദ്ധ നയങ്ങളെ ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രതീക്ഷ. പി ചിത്രരഞ്ജൻ, ടി ജയേന്ദ്രൻ, സണ്ണിക്കുട്ടി എബ്രഹാം, എ സജീവൻ, നന്ദി സഹകരിച്ചതിന്. Debate with MV Nikesh Kumar.